യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ യഹൂദനിലും യവനനിലും ജാതികളിലും ഒരുപോലെ എല്ലാവരിലും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുകയും നയിക്കുകയും ഒരേ വിശുദ്ധ മന്ദിരമായി പണിയപ്പെടുകയും ചെയ്യുന്ന ദൈവസ്നേഹത്തിൻ്റെയും അളവറ്റ കരുണയുടെയും കൃപയുടെയും ഏകതാഭാവമാണ് എഫേസ്യ ലേഖനം 2 അധ്യായം 11 മുതൽ 22 വരെയുള്ള ഭാഗത്തെ പ്രധാന പ്രമേയം. യഹൂദവംശത്തിൽ മനുഷ്യനായി പിറന്ന യേശുക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ്റെയും ദൈവവും രക്ഷകനുമായി അവതരിച്ച് അവിടുത്തെ ശരീരമാകുന്ന സഭയിൽ പങ്കാളികളാകുവാനുള്ള അവകാശം എല്ലാവർക്കും നൽകി. അതിലൂടെ ശരീരത്തിലെ അവയവങ്ങളായ എല്ലാ ജനതകളുടെയും നീതീകരണവും വിശുദ്ധീകരണവും അഥവാ രക്ഷയും അനുദിന പരിപാലനവും അവിടുന്ന് ഏറ്റെടുത്തു. നാം അവനെ തിരഞ്ഞെടുത്തതല്ല, മറിച്ച് അവിടുത്തെ രക്ഷാപദ്ധതി പ്രകാരം നമ്മെ തിരഞ്ഞെടുക്കുകയാണുണ്ടായത്. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചിരുന്ന ജാതികൾക്ക് ദൈവം പുതുതായി നൽകിയ രൂപാന്തരം ദൂരസ്ഥരായിരുന്ന നമ്മെയും സമീപസ്ഥരായി തീർത്തുവെന്ന് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു. യഹോവയും അവൻ്റെ ജനമായ ഇസ്രായേലും തമ്മിലുണ്ടായ ഉടമ്പടിയുടെ ബാഹ്യമായ അടയാളമായിരുന്നു ജഡത്തിൻ കൈയാലുള്ള പരിച്ഛേദനയെങ്കിൽ, അവനിൽ നാം ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞുകളഞ്ഞതിനാൽ തന്നെ കൈക്കൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. വെള്ളത്താലും ആത്മാവിനാലും ക്രിസ്തുവിൽ വീണ്ടും ജനിപ്പിക്കുന്ന സ്നാനം അഥവാ മാമോദിസ എന്ന ആന്തരിക അടയാളം പ്രാപിച്ച നാം സ്നാനത്തിൽ നാം അവനോടുകൂടി അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാരശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതെ, തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ നാം ധരിച്ചിരിക്കുന്നുവല്ലോ. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രനെന്നുമില്ല, ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. അങ്ങനെ നമുക്ക് കൃപാദാനപ്രകാരം ലഭിച്ച ക്രിസ്തുവിലുള്ള രക്ഷയും ഐക്യവും കാത്തുസൂക്ഷിച്ച് ദൈവത്തിൻ്റെ നിവാസമായി തീരുവാൻ സദാ ജാഗരൂകരായിരിക്കുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.